+1 ബോട്ടണിയുടെ 6th ചാപ്റ്ററായ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ പാർട്ട് 4ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിയോസിസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സെൽ സൈക്കിളിനെ പറ്റിയിട്ടായിരുന്നു. സെൽ സൈക്കിളിൽ മെയിനായിട്ട് 2 ബേസിക് ഫേസുകളുണ്ട്, ഇൻ്റർഫേസ്, എം ഫേസ്. എം ഫേസ് എന്ന് പറയുന്നതാണ് ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുന്ന സ്റ്റേജ്. അതേസമയം ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഈ സെൽ ഡിവിഷൻ നടക്കുന്ന സ്റ്റേജിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി ഫേസാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി ഈ എം ഫേസ് എന്ന് പറയുന്നത് തന്നെ 2 രീതിയിലാണുള്ളത്. ചിലപ്പോൾ അത് മൈറ്റോസിസ് ആവാം, ചിലപ്പോൾ അത് മിയോസിസ് ആവാം. സാധാരണ സൊമാറ്റിക് സെൽസ് ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാ ഡിവിഷൻസും മൈറ്റോസിസ് വഴിയായിട്ടായിരിക്കും. അതായത് ഒരു സൊമാറ്റിക് സെൽസ് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടുത്തെ ക്രോമസോം നമ്പർ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. പേരൻ്റ് സെല്ല് 46 ആണെങ്കിൽ ഡോട്ടർ സെൽസിലും 46 ക്രോമസോം വെച്ചായിരിക്കും. പക്ഷേ മിയോസിസ് എന്ന് പറയുന്നത് അതിൽ പേരൻ്റൽ സെല്ലിന് 46 ക്രോമോസോം ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 4 ഡോട്ടർ സെൽസാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 4 ഡോട്ടർ സെൽസിലും ക്രോമോസോം നമ്പർ ഹാഫ് ആയിരിക്കും. അതായത് പേരൻ്റൽ സെല്ലിൻ്റെ പകുതിയായിരിക്കും, 23 വെച്ചായിരിക്കും ഈ ക്രോമോസോം നമ്പർ ഓരോ ഡോട്ടർ സെല്ലിലും ഉണ്ടാവുക. അപ്പോൾ നോർമലി ഒരു പേരൻ്റ് സെല്ലിൽ 46 ക്രോമോസോമാണ് ഉള്ളതെങ്കിൽ 23 ക്രോമോസോമിൻ്റെ 2 പെയറായിരിക്കും. അതായത് 2 സെറ്റ് ക്രോമോസോമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിന് 2n കണ്ടീഷൻ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറയാം. അതേസമയം ഉണ്ടാവുന്ന ഡോട്ടർ സെൽസിൽ 23 ക്രോമോസോമേ ഉള്ളൂ. അതായത് ഒരൊറ്റ പെയർ ക്രോമോസോമേ ഉള്ളത് കാരണം ഇത് ഹാപ്ലോയിഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതെല്ലാം ഹാപ്ലോയിഡ് ആയിട്ടുള്ള ക്രോമോസോംസ് ആണ് പുതുതായിട്ടുണ്ടായിരിക്കുന്ന ഡോട്ടർ സെൽസിലുള്ളത്. അതേസമയം പേരൻ്റൽ സെൽസിൽ ഡിപ്ലോയിഡ് കണ്ടീഷനാണുള്ളത്. അതായത് 2n കണ്ടീഷനാണുള്ളത്. അതിൻ്റെ അകത്ത് 46 ക്രോമോസോം ഉണ്ട്. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളിൽ 23 ക്രോമോസോമേ ഉള്ളൂ. ഇത് നോർമലി നടക്കുന്ന റിപ്രൊഡക്റ്റീവ് സെല്ലുകളാണ്, അല്ലെങ്കിൽ ജേം സെല്ലുകളിലാണ് ഇങ്ങനെയൊരു ഡിവിഷൻ നടക്കുന്നത്. അതായത് പേരൻ്റ് സെല്ല് 4 ഡോട്ടർ സെൽസായിട്ട് ഡിവൈഡ് ചെയ്യും. ആ 4 ഡോട്ടർ സെൽസിലും ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമോസോം ഉണ്ടായിരിക്കുള്ളൂ. അതായത് പേരൻ്റ് സെല്ലിൻ്റെ പകുതി ക്രോമോസോം നമ്പറേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് നോർമലി നമ്മുടെ എഗ്ഗും സ്പേമും, മെയിലാണെങ്കിൽ സ്പേം ഉണ്ടാകുന്നതും ഫീമെയിലാണെങ്കിൽ എഗ്ഗ് ഉണ്ടാകുന്നതും മിയോസിസ് വഴിയിട്ടാണ്. അപ്പോൾ ഇതൊരു സ്പേം മദർ സെല്ലാന്ന് വിചാരിക്കുക. ആ സ്പേം മദർ സെല്ല് 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേമുകളെ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഒരു എഗ്ഗിൻ്റെ മദർ സെല്ലാന്ന് വിചാരിക്കുക. ഫീമെയിലിൻ്റെ കേസിലാണെങ്കിൽ എഗ്ഗിൻ്റെ മദർ സെല്ലാണെങ്കിൽ അത് 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ്ഗുകളെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു മിയോസിസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിയോസിസ്. It is a division of diploid germ cells that reduce the chromosome number by half, forming haploid daughter cells or gametes. അപ്പോൾ ഇതിനകത്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ല്, ജേം സെല്ല്, ഇത് മിയോസിസ് നടക്കുന്നത് ജേം സെല്ലുകൾ അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് സെല്ലുകളിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ജേം സെല്ല് 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഡോട്ടർ സെല്ലുകൾ അല്ലെങ്കിൽ ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന 4 ഡോട്ടർ സെല്ലും പേരൻറ്റിൻ്റെ ക്രോമസോമിൻ്റെ നേരെ പകുതിയായിരിക്കും. അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മിയോസിസിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടും മിയോസിസിൽ 2 സൈക്കിളാണുള്ളത്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. അതുപോലെ തന്നെ ഈ മിയോസിസിൻ്റെ കീ ഫീച്ചേഴ്സായിട്ട് പറയുന്നതാണ് പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോം, റീകോമ്പിനേഷൻ. ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം മിയോസിസിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് ഇനി മിയോസിസിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ മിയോസിസിൻ്റെ സ്റ്റേജുകളെ നമുക്ക് നോക്കാം. മെയിനായിട്ടും മിയോസിസിന് 2 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, മിയോസിസ് 1 എന്നും മിയോസിസ് 2 എന്നും. ഇനി ഈ മിയോസിസ് 1നെ തന്നെ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1 എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിയോസിസ് 2നെ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടീലോഫേസ് 2 എന്ന് തരംതിരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും കാണാൻ പോകുന്നത് മിയോസിസ് 1ഉം അതിലെ സബ് സ്റ്റേജുകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ മിയോസിസ് 1ലെ പ്രോഫേസ് 1ൽ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ മെയിനായിട്ടും ഈ പ്രോഫേസ് 1നെ 5 ഫേസുകളായിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. അപ്പോൾ മെയിനായിട്ട് മിയോസിസിനെ മിയോസിസ് 1 എന്നും മിയോസിസ് 2 എന്നും തരംതിരിച്ചിട്ടുണ്ട്. അതിൽ മിയോസിസ് 1 ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് പ്രോഫേസ് 1. ആ പ്രോഫേസ് 1നെ തന്നെ 5 ഫേസുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിലെ ഈ ഓരോ ഫേസുകളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. പ്രോഫേസ് 1ലെ
ഒന്നാമത്തെ സ്റ്റേജാണ് ലെപ്റ്റോട്ടീൻ. ഈ ലെപ്റ്റോട്ടീൻ സ്റ്റേജിലേക്ക് വരാൻ നേരത്ത് ഇൻ്റർഫേസിലുള്ള ഒരു സെല്ലാണ് നേരെ മിയോസിസ് 1-ലെ പ്രോഫേസ് 1-ലെ ലെപ്റ്റോട്ടീൻ സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ക്രൊമാറ്റിനായിട്ട് നമ്മുടെ DNA കണ്ടൻസ് ചെയ്തിട്ടുണ്ട്. ആ ക്രൊമാറ്റിൻ വീണ്ടും കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ക്രോമോസോമായിട്ട് മാറും. അപ്പോൾ ഈ ക്രോമോസോമായിട്ട് മാറുമ്പോൾ ഈ ക്രോമോസോമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്രോമോസോം ത്രെഡ് ലൈക്ക് ആയിരിക്കും, സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും ക്രോമോസോം. അപ്പോൾ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ക്രോമോസോമാണ് നമുക്ക് ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ന്യൂക്ലിയസ് എൻലാർജ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഇവൻറ്റ്സ് ആണ് നമുക്ക് ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ കാണാൻ സാധിക്കുന്നത്. ക്രോമാറ്റിൻ കണ്ടൻസ് ചെയ്തിട്ട് ക്രോമോസോമായിട്ട് മാറും. ഈ ക്രോമോസോം എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, അല്ലെങ്കിൽ ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള സിംഗിൾ സ്ട്രാൻഡ് ആയിട്ടുള്ള ക്രോമോസോമിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയസ് എൻലാർജ് ചെയ്യും. ഇനി സെക്കൻഡ് സ്റ്റേജാണ് സൈഗോട്ടീൻ. സൈഗോട്ടീനിൽ സംഭവിക്കുന്നത് ക്രോമോസോംസ് ബിക്കംസ് മോർ കണ്ടൻസ്ഡ്. ക്രോമോസോംസ് കുറച്ചുകൂടെ കണ്ടൻസ് ചെയ്യും. സിമിലർ ക്രോമോസോംസ് സ്റ്റാർട്ട് പെയറിംഗ് ടുഗെദർ with the help of a complex structure called synaptonymal complex. The paired chromosome are called homologous chromosome. Each pair of homologous chromosome is called a bivalent. അപ്പോൾ ഇത് നമ്മുടെ ഒരു സെല്ലാന്ന് വിചാരിക്കുക. ഈ സെല്ലിനകത്ത് 46 ക്രോമോസോമാണുള്ളത്. 46 ക്രോമോസോമാണുള്ളത്. ഞാൻ വരയ്ക്കാം. അപ്പോൾ സൈഗോട്ടിക് സ്റ്റേജിൽ സാധാരണ ക്രോമോസോം കാണുന്നത് ഇങ്ങനെ രണ്ട് സ്ട്രക്ചറായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ സ്റ്റേജിൽ നമുക്ക് ഒരൊറ്റ ക്രൊമാറ്റിഡ് ഉള്ള ക്രോമോസോമാണ്, നമുക്ക് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ക്രോമോസോമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ താഴത്തേക്ക് എത്ര എണ്ണം ഉണ്ട്? 23 എണ്ണം ഉണ്ട്. അതുപോലെ ഇങ്ങനെ താഴത്തേക്ക് 23. ഇതാണ് ഡിപ്ലോയ്ഡ് ആയിട്ടുള്ളൊരു സെല്ല്. അപ്പോൾ ഈ ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള സെല്ലിൽ ഈ ഒരു സെറ്റ് ക്രോമോസോം എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് കിട്ടിയത് ഫാദറിൽ നിന്നാണ് കിട്ടിയത്. അതുപോലെ ഈ ഒരു സെറ്റ് ക്രോമോസോം എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ഒരു സെറ്റ് ക്രോമോസോം കിട്ടിയത് മദറിൽ നിന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 46 ക്രോമോസോം ഉള്ള ഒരു സെൽ ഉണ്ടാവണമെങ്കിൽ അതിലെ ഒരു സെറ്റ് ക്രോമോസോമിൽ എന്ന് പറയുന്നത് 23 ക്രോമോസോമാണ്. അത് കിട്ടിയത് ഫാദറിൽ നിന്നും. അടുത്ത 23 ക്രോമോസോം, അടുത്ത സെറ്റ് ക്രോമോസോം കിട്ടിയത് മദറിൽ നിന്നുമാണ്. അപ്പോൾ സൈഗോട്ടിക് സ്റ്റേജിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ 46 ക്രോമോസോമും 23 ജോഡികളായിട്ട് പെയർ ചെയ്യും. അപ്പോൾ ഈ ഒരു ക്രോമോസോമായിട്ട് പെയർ ചെയ്യും. അപ്പോൾ ഈ ക്രോമോസോം എവിടെ നിന്ന് കിട്ടിയത്? ഫാദറിൽ നിന്ന് കിട്ടിയ ക്രോമോസോമാണ്. അത് മദറിൽ നിന്ന് കിട്ടിയ ഒരു ക്രോമോസോമായിട്ട് പെയർ ചെയ്യും. അപ്പോൾ ഈ പെയർ ചെയ്യുന്ന ക്രോമോസോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ രണ്ട് ക്രോമോസോമും സ്ട്രക്ചറലി ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്രോമോസോമാണ്. അപ്പോൾ സ്ട്രക്ചറലി ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്രോമോസോമുകൾ പെയർ ചെയ്യും. അതിലൊരു ക്രോമോസോം ഫാദറിൽ നിന്നും കിട്ടിയതാണ്, ഒരു ക്രോമോസോം മദറിൽ നിന്നും കിട്ടിയതാണ്. അങ്ങനെ പെയർ ചെയ്യുന്ന ഈ ക്രോമോസോമിന് പറയുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമോസോം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള ക്രോമോസോമുകൾ പെയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമോസോം എന്ന് പറയുന്നത്. അതിൽ ഒരെണ്ണം ഫാദറിൽ നിന്നും കിട്ടിയതാണ്, ഇത് ഫാദറിൽ നിന്നും കിട്ടിയതാണ്, ഇത് മദറിൽ നിന്നും കിട്ടിയതാണ്. അപ്പോൾ ഹോമോലോഗസ് ക്രോമോസോംസ് ഇങ്ങനെ പെയർ ചെയ്യുന്നതിനാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ക്രോമോസോം പെയർ ചെയ്തു. ആ പെയർ ചെയ്യുന്ന ക്രോമോസോമുകൾ സ്ട്രക്ചറൽ സിമിലർ ആയിരിക്കും. അതിൽ ഒരെണ്ണം ഫാദറിൽ നിന്നായിരിക്കും കിട്ടിയത്, ഒരെണ്ണം മദറിൽ നിന്നായിരിക്കും കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഹോമോലോഗസ് ക്രോമോസോം പെയർ ചെയ്യും. ഇതിനാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പെയർ ചെയ്തിരിക്കുന്ന ക്രോമോസോമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ രണ്ട് ക്രോമോസോം പെയർ ചെയ്യാൻ നേരത്ത് ആ രണ്ട് ക്രോമോസോമിനെയും അടുപ്പിച്ച് നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ വേണ്ടി ഒരു കോംപ്ലക്സ് സ്ട്രക്ചറുണ്ട്. അതിനാണ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ആണ് ഈ രണ്ട് ഹോമോലോഗസ് ക്രോമോസോമിനെയും ഒരുമിച്ച് നിർത്താൻ, അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്രോമോസോം നോക്കാൻ നേരത്തെ ബൈവാലൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഇതുണ്ടോ, ഇതൊരു സ്ട്രക്ചർ, ഇത് വേറെ സ്ട്രക്ചർ, രണ്ട് സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളതിനെ ബൈവാലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൈഗോട്ടിക് സ്റ്റേജിലാണ് ഹോമോലോഗസ് ക്രോമോസോംസ് പെയർ ചെയ്യുന്നത്. അതിലെ ഒരെണ്ണം ഫാദറിൽ നിന്നായിരിക്കും, ഇത് ഒരെണ്ണം ഫാദറിൽ നിന്നായിരിക്കും, ഇത് മദറിൽ നിന്നായിരിക്കും. അപ്പോൾ അങ്ങനെ പെയറിങ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോമിനാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനാപ്സിസ് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഹോമോലോഗസ് ക്രോമോസോം പെയർ ചെയ്ത് ഒരുമിച്ച് നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ലാഡർ ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത്രയും ഇവൻറ്റ്സാണ് സൈഗോട്ടിക് സ്റ്റേജിൽ നടക്കുന്നത്. ഇനി മിയോസിസ് 1-ലെ നെക്സ്റ്റ് ഫേസാണ് പ്രോഫേസ് 1-ലെ പാക്കറ്റീൻ. പാക്കറ്റീൻ സ്റ്റേജിൽ ഇത് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ലോങ്ങർ ആയിട്ടൊരു ഫേസാണ്.
ഇതിനകത്ത് ബൈവാലൻറ്റ് ക്രോമസോം സ്പ്ലിറ്റ് ഇൻറ്റു സിമിലർ ക്രോമാറ്റിഡ്സ്. അപ്പോൾ ബൈവാലൻ്റ് ആയിട്ടുള്ള ക്രോമാറ്റിഡ്സ് ഉണ്ടായിരുന്നു, അതെന്ത് ചെയ്തു, ബൈവാലൻ്റ് ക്രോമസോംസ് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രോമാറ്റിഡ്സ് ആയിട്ട് മാറുന്നു. അതായത് ഇതാണ് നമ്മുടെ പെർ ചെയ്തുള്ള ഹോമോലോഗസ് ക്രോമസോം. അത് ഓരോ ക്രോമസോമും വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. ഇതുണ്ടോ, 2 ക്രോമാറ്റിഡായിട്ട് മാറും. ഈ 2 ക്രോമാറ്റിഡ് എന്ന് പറയുന്ന പേരാണ് സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയും. അതുപോലെ ഇതിൻ്റെ കേസിൽ ബ്രൗൺ കളറിൻ്റെ കേസിലും 2 ക്രോമാറ്റിഡായിട്ട് മാറും. അതിനാണ് നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയും. അപ്പോൾ ഇതും സിസ്റ്റർ ക്രോമാറ്റിഡാണ്, ഇതും സിസ്റ്റർ ക്രോമാറ്റിഡാണ്. ഇനി ഒരു ബ്ലൂവും ഒരു ബ്രൗണും തമ്മിൽ ഈ 2 ക്രോമാറ്റിഡ് എന്ന് പറയുന്ന പേര് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്. ഓക്കെ, അപ്പോൾ അടുത്തടുത്ത് നിൽക്കുന്ന 2 ബ്ലൂ കളറുള്ള ക്രോമാറ്റിഡിനെ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയും. അടുത്തടുത്ത് നിൽക്കുന്ന 2 ബ്രൗൺ കളറുള്ള ക്രോമാറ്റിഡിനെ അതിനെയും സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയും. പക്ഷേ ഒരു ബ്ലൂവിനെയും ഒരു ബ്രൗണിനെയും കൂടി നമ്മൾ പറയുന്നത് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ നടക്കുന്ന മേജർ ഇവൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ക്രോസിംഗ് ഓവർ നടക്കും. അതായത് ഈ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യും. ഇതുണ്ടോ, ഇതാണ് ബ്ലൂ. ഈ ബ്ലൂ എന്ത് ചെയ്യും, ഈ ബ്രൗണിൻ്റെ കുറച്ച് ജനറ്റിക് മെറ്റീരിയലുമായിട്ട് എക്സ്ചേഞ്ച് നടക്കും. അതുപോലെ ഈ ബ്രൗൺ എന്ത് ചെയ്യും, ഈ ബ്ലൂ ആയിട്ടും എക്സ്ചേഞ്ച് നടക്കും. അങ്ങനെ ആ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കുറച്ച് ഡാർക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ക്രോസിംഗ് ഓവർ നടക്കുന്ന റീജിയൻ കുറച്ചും കൂടെ തിക്കായിട്ട് ഡാർക്കായിട്ട് കാണാൻ സാധിക്കും. അതിനാണ് നമ്മൾ റീകോമ്പിനേഷൻ നൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഭാഗത്ത്, അപ്പോൾ ഏതൊക്കെ ക്രോമാറ്റിഡ്സ് ആണ് ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യും. ആ ഒരു റീജിയൻ കുറച്ച് തിക്കായിട്ട് ഡാർക്കായിട്ട് കാണാൻ സാധിക്കും. അതിനാണ് നമ്മൾ റീകോമ്പിനേഷൻ നൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രോസിംഗ് ഓവറും റീകോമ്പിനേഷൻ നൊഡ്യൂളും ഒക്കെ നമുക്ക് ഈ ഒരു പാക്കറ്റിംഗ് സ്റ്റേജിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് ഡിപ്ലോട്ടിൻ. ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ നടക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ്. അപ്പോൾ ഈ 2 ക്രോമസോമിനെയും, ഈ 2 ഹോമോലോഗസ് ക്രോമസോമ, ഈ ബ്ലൂ കിട്ടിയത് ഫാദറിൽ നിന്നും ബ്രൗൺ കിട്ടിയത് മദറിൽ നിന്നും ആയിരുന്നല്ലോ. അപ്പോൾ ആ 2 ഹോമോലോഗസ് ക്രോമസോമിനെയും കൂട്ടി നിർത്താൻ വേണ്ടി ഒരു സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡിസോൾവ് ചെയ്ത് പോകും. അപ്പോൾ 2 ക്രോമസോമും സെപ്പറേറ്റ് ആവാൻ തുടങ്ങുവാണ്. ദ റീകമ്പൈൻഡ് ഹോമോലോഗസ് ക്രോമസോം ഓഫ് ദ ബൈവാലൻറ്റ് സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ എക്സെപ്റ്റ് അറ്റ് ദ സൈറ്റ് ഓഫ് ക്രോസ് ഓവർ. അപ്പോൾ ഈ 2 ക്രോമസോമും ജോയിൻ ചെയ്തിരിക്കുന്ന സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് വഴിയായിരുന്നു. അത് ഡിസോൾവ് ചെയ്ത് പോയി, അത് ബ്രേക്കായി പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ ക്രോമസോം ഇങ്ങോട്ടും പോവും, ഈ ക്രോമസോം ഇങ്ങോട്ടും പോവും, 2 ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഈ ക്രോമസോം എവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ഈ ക്രോസ് ഓവർ നടന്നിട്ടുള്ള റീജിയനിൽ മാത്രമാണ് ആ 2 ക്രോമസോമും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ദീസ് എക്സ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് കയാസ്മേറ്റ. അപ്പോൾ അങ്ങനെ ക്രോസ് ഓവർ നടന്നിട്ട് ജനറ്റിക് മെറ്റീരിയൽ, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്തു. നോക്കി, ഈ ബ്ലൂ കളറിൻ്റെ ബാക്കി എന്തായിട്ടാണ് വന്നത്, ബ്രൗൺ ആയിട്ടാണ് വന്നത്. അതുപോലെ ഈ ബ്രൗൺ കളറിൻ്റെ ബാക്കി എന്തായിട്ടാണ് വന്നത്, ബ്ലൂ ആയിട്ടാണ് വന്നത്. അങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഡിസോൾവ് ചെയ്തിട്ട് 2 ക്രോമസോം സെപ്പറേറ്റഡ് ആയിട്ട് മാറുമ്പോൾ ഈ 2 ക്രോമാറ്റിഡ്, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ട് മാറും. അങ്ങനെ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് കയാസ്മേറ്റ. അപ്പോൾ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് കയാസ്മേറ്റ ഫോർമേഷൻ നടക്കുന്നത് ഈ ഡിപ്ലോട്ടിൻ സ്റ്റേജിലാണ്. അപ്പം കയാസ്മേറ്റ ഉണ്ടാവണമെങ്കിൽ എന്ത് നടക്കണം, ഈ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഡിസോൾവ് ചെയ്തിട്ട് 2 ക്രോമസോം സെപ്പറേറ്റഡ് ആയിട്ട് മാറുമ്പോൾ ആ ക്രോസ് ഓവർ കിടക്കുന്ന സ്ഥലത്ത് ആ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനാണ് കയാസ്മേറ്റ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോഫേസ് 1 ലാസ്റ്റ് സ്റ്റേജാണ് ഡയാകൈനസിസ്. ഈ ഡയാകൈനസിൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ ഈ കയാസ്മേറ്റ ടെർമിനലൈസ്ഡ് ആവും. അതായത് ഈ ക്രോമസോം വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് അകന്നകന്ന് പോകുമ്പോൾ ഈ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഈ ക്രോമസോമിൻ്റെ എൻഡിലേക്ക് മൂവ് ചെയ്ത് ആ കയാസ്മേറ്റ അങ്ങ് ടെർമിനലൈസ്ഡ് ആകുന്ന ഒരു സ്റ്റേജാണ് ഡയാകൈനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈമിൽ ക്രോമസോംസ് ഒക്കെ ഫുള്ളി കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് 2 ക്രോമാറ്റിഡ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. The meiotic spindle fiber originate from the poles to prepare the homologous chromosome for separation. അതുപോലെ തന്നെ സെൻട്രോസോം എന്ന് പറയുന്ന
സെൽ ഓർഗനല്ല സ്പിൻഡിൽ ഫൈബറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ന്യൂക്ലിയോലസ് ആൻഡ് ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ. ന്യൂക്ലിയോലസും ന്യൂക്ലിയർ എൻവലപ്പൊക്കെ ഡിസപ്പിയർ ചെയ്ത് പോകാൻ തുടങ്ങും. ഇത്രയും കാര്യങ്ങളാണ് പ്രോഫേസ് 1 നടക്കുന്നത്. അപ്പോൾ പ്രോഫേസ് 1 മെയിനായിട്ടും 5 സ്റ്റേജുകളുണ്ട്. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. അപ്പം ഇത്രയും സ്റ്റേജിലല്ലാണ്ട് കൂടുന്നതാണ് പ്രോഫേസ് 1 എന്ന് പറയുന്നത്. ഇനി പ്രോഫേസ് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? മെറ്റാഫേസ് 1. ഈ മെറ്റാഫേസ് 1 സ്പിൻഡിൽ ഫോർമേഷൻ ഈസ് കംപ്ലീറ്റഡ്. സ്പിൻഡിൽ ഫോർമേഷൻ നടക്കും. ഇതാണ് നമ്മുടെ സെൻട്രോസോം. ഇപ്പോൾ സെൻട്രോസോമിൽ സ്പിൻഡിൽ ഫോർമേഷൻ നടക്കും. ദ ക്രോമസോം അലൈൻ ഓൺ ദ ഇക്വിറ്റോറിയൽ പ്ലേറ്റ്. ഇക്വിറ്റോറിയൽ നടുക്ക് അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു 23 ക്രോമസോം, ഇവിടെ ഒരു 23 ക്രോമസോമും അറേഞ്ച് ചെയ്യും. അപ്പോൾ ടോട്ടൽ 46 ക്രോമസോം. അതേസമയം നമ്മുടെ മൈറ്റോസിസിലെ മെറ്റാഫേസിൽ ഈ നടുക്ക് 46 ക്രോമസോമും അറേഞ്ച് ചെയ്യും. ഈ 46 ക്രോമസോം അറേഞ്ച് ചെയ്തിട്ടാണ് ഈ 46 ക്രോമസോം സെപ്പറേറ്റഡ് ആയിട്ട് 46 ക്രൊമാറ്റിഡ് ഒരു പോളിലേക്കും 46 ക്രൊമാറ്റിഡ് അടുത്ത പോളിലേക്കും പോകുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ ഇവിടെ 23 ക്രോമസോമും ഇവിടെ 23 ക്രോമസോമും അറേഞ്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഈ സ്പിൻഡിൽ ഫൈബർ ക്രോമസോമിൻ്റെ കൈനറ്റോകോറിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് മെറ്റാഫേസ് 1 നടക്കുന്നത്. ഇനി അനാഫേസ് 1 നടക്കുന്നത് ദ ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ്. ഇനി ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ട് ഹോമോലോഗസ് ക്രോമസോം ആയിരുന്നു, അതെന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. ഒരു ക്രോമസോം, ഇത് രണ്ടുമാണ് ഹോമോലോഗസ് ക്രോമസോം, ഇത് രണ്ടും അടുത്ത ഹോമോലോഗസ് ക്രോമസോം. ഈ ഹോമോലോഗസ് ക്രോമസോമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഹ്യൂമൻ ബീങ്സിന് കേസിലാണെങ്കിൽ ഒരു 23 ക്രോമസോം ഒരു പോളിലേക്കും 23 ക്രോമസോം അടുത്ത പോളിലേക്കും മൂവ് ചെയ്യും. ഇതാണ് അനാഫേസ് 1 സംഭവിക്കുന്നത്. ഇനി ടീലോഫേസ് 1 ആകുമ്പോഴേക്കും ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് റീഅപ്പിയർ. പ്രോഫേസിൽ ഡിസപ്പിയർ ചെയ്ത് പോയ ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും റീഅപ്പിയർ ചെയ്ത് വരും. 2 ഹാപ്ലോയിഡ് ഡോട്ടർ ന്യൂക്ലിയസ് ആർ ഫോംഡ്. 2 ഡോട്ടർ ന്യൂക്ലിയസ് ഉണ്ടാവും. ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, ഇവിടെ ഒരെണ്ണം ഉണ്ടാവും. ദിസ് ഈസ് കോൾഡ് ഡയാഡ്. അങ്ങനെ 2 ന്യൂക്ലിയസ് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു സെല്ലിനുള്ളിൽ 2 ന്യൂക്ലിയസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ ഡയാഡ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദിസ് സൈറ്റോകൈനസ് മേ ഓർ മേ നോട്ട് ഒക്കർ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ടീലോഫേസ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സൈറ്റോകൈനസ് വഴി 2 ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാം. ചിലപ്പോൾ സൈറ്റോകൈനസ് നടക്കാത്ത സാഹചര്യമുണ്ട്. ആഫ്റ്റർ എ ഷോർട്ട് ഇൻ്റർഫേസ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ മിയോസിസ് 2. ഇനി ഈ മിയോസിസ് 1 കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മിയോസിസ് 2ലേക്ക് പോകും. ഒരു ചെറിയൊരു ഇൻ്റർഫേസ് ഉണ്ട്. ആ ഒരു ഇൻ്റർഫേസിന് പറയുന്ന പേരാണ് ഇൻ്റർകൈനസിസ് എന്ന് പറയും. അപ്പോൾ മിയോസിസ് 1നും മിയോസിസ് 2നും ഇടയിലുള്ള ചെറിയൊരു ഗ്യാപ്പിന് പറയുന്ന പേരാണ് ഇൻ്റർകൈനസിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിയോസിസ് 1 നടക്കുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ മിയോസിസ് 2ൻ്റെ എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.